പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എൻ.ഡി.എയിൽ ആശയക്കുഴപ്പം ഉയരുകയാണിപ്പോൾ. പത്തനംതിട്ടയിൽ ബി.ജെ.പി. ടിക്കറ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാമെന്നതടക്കം നിരവധി ഓഫറുകളായിരുന്നു മുമ്പ് പി.സി. ജോർജിന് മുന്നിൽ ബി.ജെ.പി. വെച്ചത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നത്. എന്നാൽ ഇപ്പോൾ പത്തനംതിട്ടയിലെ നേതാക്കൾക്കിടയിൽ മറ്റൊരു അഭിപ്രായമാണ് ശക്തമാകുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബി.ജെ.പി. നടത്തിയ അഭിപ്രായ സർവേയിൽ കെ. സുരേന്ദ്രൻ മത്സരിക്കണമെന്നാണ് ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആകമൊത്തം ായിരിക്കുകയാണ് ഇപ്പോൾ പി.സി. ജോർജ്. കേരള ജനപക്ഷം പാർട്ടി ബി.ജെ.പിയിൽ ലയിപ്പിച്ചാണ് പി.സി. ജോർജ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കളമാറ്റം നടത്തിയത്. വലിയ ഓഫറുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ബി.ജെ.പി. വെച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിലൊന്നായിരുന്നു അത്രേ പത്തനംതിട്ടയിൽ ബി.ജെ.പി. ടിക്കറ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാമെന്നതും. ജനപക്ഷം പാർട്ടി ബി.ജെ.പിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇനി ജനപക്ഷം പാർട്ടി ഇല്ല എന്നും നേരത്തെ പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ബി.ജെ.പിയുടെ വിജയത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. എന്നാൽ പത്തനംതിട്ടയിൽ എൽ.ഡി.എഫും യു.ഡി.എഫും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്ന് ഉറപ്പായതോടെയാണ് ബി.ജെ.പിയിൽ അപസ്വരം ഉയർന്നിരിക്കുന്നത്. യു.ഡി.എഫിന് വേണ്ടി സിറ്റിംഗ് എം.പി. ആന്റോ ആന്റണി തന്നെയാകും പത്തനംതിട്ടയിൽ ഇറങ്ങുക എന്നാണ് വിവരം. എൽ.ഡി.എഫിന് വേണ്ടി മുതിർന്ന സി.പി.എം. നേതാവ് തോമസ് ഐസക്കിന്റെ പേരും അന്തിമ പട്ടികയിലുണ്ട്. ഇതിനിടെയാണ് എൻ.ഡി.എക്ക് വേണ്ടി ബി.ജെ.പി. ആരെ ഇറക്കുമെന്ന ചർച്ച. പി.സി. ജോർജ് വേണ്ട എന്ന് ജില്ലയിലെ ബി.ജെ.പി. നേതാക്കൾ നിലപാടെടുത്തെന്നാണ് വിവരം. പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി.ജെ.പി. മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട. മാത്രമല്ല 3 ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തതാണ്. ഇനി വോട്ട് കുറയുന്ന സാഹചര്യമുണ്ടായാൽ നാണക്കേടാണെന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നത്. പി. കെ. കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾക്കിടയിൽ അഭിപ്രായം തേടിയിരുന്നു. ഇവരിൽ കൂടുതൽ പേരും പി.സി. ജോർജ് വേണ്ട എന്നാണ് അഭിപ്രായപ്പെട്ടത്. കെ. സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യവും ചിലർ മുന്നോട്ട് വെച്ചു. ഈ സാഹചര്യത്തിൽ പി.സി. ജോർജ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. പി.സി. ജോർജിന്റെ തട്ടകമായ പൂഞ്ഞാർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ്. തൊട്ടടുത്ത മണ്ഡലമായ കോട്ടയത്ത് ബി.ഡി.ജെ.എസ്. നേതാവ് തുഷാർ വെള്ളപ്പള്ളി നോട്ടമിട്ടിരിക്കുന്നതിനാൽ പി.സി. ജോർജിന് അവിടെയും സ്ഥാനമില്ല. പി.സി. ജോർജിനെതിരെ ബി.ഡി.ജെ.എസ്. നേതാക്കളാണ് ശക്തമായ നിലപാടെടുക്കുന്നത് എന്നാണ് വിവരം. പി.സി. ജോർജ് വിശ്വസ്തതയില്ലാത്ത നേതാവാണ് എന്നായിരുന്നു എസ്.എൻ.ഡി.പി. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. മാത്രമല്ല അദ്ദേഹത്തിന് ബി.ജെ.പി. പ്രവർത്തകർ പോലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം അദ്ദേഹം മത്സരിക്കാനില്ല എന്നാണ് കെ. സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. എങ്കിലും പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കേണ്ടി വരും. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പ് വാങ്ങിയാണ് സ്വന്തം പാർട്ടി പോലും ഇല്ലാതാക്കി പി.സി. ജോർജ് ബി.ജെ.പി. പാളയത്തിലെത്തിയത്. എന്നാൽ അഭിപ്രായ സർവേയും ഘടകകക്ഷികളുടെ എതിർപ്പും ജോർജിന് എതിരാണ്.